നമ്മളിന്ന് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി BA സോഷ്യോളജി സെക്കൻഡ് സെമസ്റ്ററിലെ സോഷ്യോളജി ഇൻ ഇന്ത്യ എന്ന ടെക്സ്റ്റിൻ്റെ ബ്ലോക്ക് 5 അതിലെ യൂണിറ്റ് 2, അതായത് AM ഷാ ദ ഹൗസ് ഹോൾഡ് ആൻഡ് ഫാമിലി ഇൻ ഇന്ത്യ. AM ഷാ എന്ന സോഷ്യോളജിസ്റ്റ് ഇന്ത്യയിലെ ഹൗസ് ഹോൾഡ്, ഫാമിലി, കുടുംബം ഇതിലൊക്കെ വരുന്ന ചേഞ്ചുകളെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളോട് ഒരു കാര്യം ഉണർത്താനുള്ളത്, നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഒന്ന് എനാബിൾ ചെയ്യുക. നോട്ടിഫിക്കേഷൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കാനാണ്. ഈ സോഷ്യോളജിയിൽ ഒരു പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് ഫാമിലിയിൽ വരുന്ന ചേഞ്ച്, കിൻഷിപ്പ്, ഇത്തരം കാര്യങ്ങൾക്ക്. അതിനെക്കുറിച്ച് പഠിച്ച ഒരു ഇന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട സോഷ്യോളജിസ്റ്റാണ് AM ഷാ. AM ഷാ ഗുജറാത്തിലെ രാദ്വനജ് എന്ന ഗ്രാമത്തിലാണ് ഫീൽഡ് വർക്ക് നടത്തി. അവിടെയുള്ള മാറ്റങ്ങൾ അടിസ്ഥാനമാക്കിയിട്ടാണ് അദ്ദേഹം ഇന്ത്യയിലെ ഫാമിലിയിൽ വരുന്ന മാറ്റങ്ങളെ നോക്കിക്കണ്ടിട്ടുള്ളത്. അദ്ദേഹം പലപ്പോഴും ഇന്ത്യയിലെ ജോയിൻറ്റ് ഫാമിലി, അതിൽ വരുന്ന കൺസെപ്ച്വൽ ഇൻട്രപ്രിട്ടേഷൻ, ഏതൊക്കെ രീതിയിലാണ് ഇന്ത്യയിലെ കൂട്ടുകുടുംബത്തിന് മാറ്റങ്ങളൊക്കെ വരുന്നത് എന്നാണ് അദ്ദേഹം അന്വേഷിച്ചിരുന്നത്. അദ്ദേഹം ഗാവ് ഇമ്പോർട്ടൻസ് ടു ഫീൽഡ് വ്യൂ. പലപ്പോഴും അദ്ദേഹം ഫീൽഡ് വർക്കിന്, നമ്മളിതിന് മുമ്പ് ഡിസ്കസ് ചെയ്തപ്പോൾ ഈ ഒരു ടെക്സ്റ്റിൻ്റെ ഭാഗമായിട്ട് തന്നെ പല ചാപ്റ്ററുകൾ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞു, ഇൻഡോളജി എന്ന് പറഞ്ഞ പെർസ്പെക്റ്റീവിലൂടെ ഇന്ത്യൻ സമൂഹത്തെ നോക്കിക്കണ്ട കുറച്ച് സോഷ്യോളജിസ്റ്റുകൾ ഉണ്ടായിരുന്നു. അവർ ടെക്സ്റ്റുകളിലൂടെയാണ് പഠിച്ചത്. ടെക്സ്റ്റ് വ്യൂ, ബുക്ക് വ്യൂ എന്നൊക്കെ അതിനെ പറയുമെന്ന് നാം പറഞ്ഞു. അതായത് ആൻഷ്യൻ്റ് സംസ്കൃത ടെക്സ്റ്റുകൾ, ക്ലാസിക്കൽ ടെക്സ്റ്റുകളൊക്കെ പഠിച്ചിട്ട് അങ്ങനെ ഇന്ത്യൻ സമൂഹത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നവരുണ്ടായിരുന്നു. അവർ ഫീൽഡിലൊന്നും പോകില്ല, ഗ്രൗണ്ടിൽ നടക്കുന്ന റിയാലിറ്റിയെക്കുറിച്ച് ചിലപ്പോൾ അവർക്ക് അറിയണം എന്നില്ല, അവർ ഓരോ ഗ്രാമങ്ങളൊന്നും പോയിട്ട് അങ്ങനെ. പക്ഷെ അതിനൊക്കെ നേരെ വിപരീതമായിരുന്നു AM ഷാ. AM ഷാ ഇന്ത്യയിലെ, അദ്ദേഹം ഗുജറാത്തിലായിരുന്നു ഫീൽഡ് വർക്ക് എടുക്കുന്നത്. അപ്പോൾ ഗുജറാത്തിലെ വില്ലേജുകളിലൊക്കെ ചെന്ന് വിസിറ്റ് ചെയ്ത് അവിടുന്ന് ഡാറ്റ കളക്ട് നടത്തിയിട്ടാണ് അദ്ദേഹത്തിൻ്റെ സോഷ്യോളജിക്കൽ പഠനം മുന്നോട്ട് കൊണ്ടുപോയിരുന്നത്. AM ഷാ എന്ന് പറഞ്ഞിട്ടൊരു ഹെഡിങ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ കാണാൻ കഴിയും. AM ഷാ 1930 മുതൽ 2020 വരെ ജീവിച്ച ഒരു സോഷ്യോളജിസ്റ്റാണ്. അദ്ദേഹത്തിനെ കുറിച്ച് ചെറിയൊരു വിവരണമാണ് ഇതിൽ പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഗ്രാജുവേഷനും ഡോക്ടറേറ്റും, അതായത് അദ്ദേഹം PhD നേടിയതൊക്കെ MS യൂണിവേഴ്സിറ്റിയിലായിരുന്നു. അദ്ദേഹം MN ശ്രീനിവാസൻ്റെ, ഇന്ത്യയിലെ പ്രമുഖ സോഷ്യോളജിസ്റ്റായിരുന്നു, MN ശ്രീനിവാസൻ്റെ കീഴിലായിരുന്നു പഠനം നടത്തിയിരുന്നത്. അങ്ങനെ അദ്ദേഹം അതിനുശേഷം ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ ഒരു ടീച്ചറായി, ഒരു അധ്യാപകനായി അദ്ദേഹം സേവനം ചെയ്തു. അദ്ദേഹം AM ഷാ ഇന്ത്യയിലെ കാസ്റ്റ്, ഫാമിലി, ഹൗസ് ഹോൾഡ് ഇതിനെക്കുറിച്ചൊക്കെ അദ്ദേഹം ഒരുപാട് പ്രബന്ധങ്ങൾ രചിക്കുകയും ഗ്രന്ഥങ്ങൾ രചിക്കുകയും ചെയ്തു. നേരത്തെ പറഞ്ഞ പോലെ അദ്ദേഹം ഗുജറാത്തിലായിരുന്നു ഫീൽഡ് വർക്ക് ചെയ്തത്. അദ്ദേഹം ഒരുപാട് ആർക്കൈവൽ സോഴ്സുകൾ അദ്ദേഹം, അതായത് പുരാവസ്തുശാലകളായിരുന്നു അദ്ദേഹം സന്ദർശിച്ചിരുന്നത്. അതല്ലാതെ പുരാതന ഗ്രന്ഥങ്ങൾ പഠിച്ചിട്ടില്ല, പുരാവസ്തുശാലകൾ, ആർക്കൈവ്സ് അദ്ദേഹം സന്ദർശിച്ചിരുന്നു. അദ്ദേഹം ഒരിക്കലും ഇൻഡോളജിക്കൽ പെർസ്പെക്റ്റീവ്, നേരത്തെ പറഞ്ഞ പോലെ പഴയ പുരാതന ടെക്സ്റ്റുകൾ പഠിച്ചിട്ട് ഇന്ത്യൻ സമൂഹം ആ രീതി അദ്ദേഹം പിന്തുടർന്നില്ല. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ വർക്ക് ഫാമിലിയെക്കുറിച്ച്, ദ ഹൗസ് ഹോൾഡ് ഡൈമെൻഷൻസ് ഓഫ് ദ ഫാമിലി, എ ഫീൽഡ് സ്റ്റഡി ഇൻ എ ഗുജറാത്ത് വില്ലേജ് എന്ന് പറഞ്ഞിട്ട്, ദ ഹൗസ് ഹോൾഡ് ഡൈമെൻഷൻ ഓഫ് ദ ഫാമിലി, എ ഫീൽഡ് സ്റ്റഡി ഇൻ എ ഗുജറാത്ത് വില്ലേജ്. ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഒരു ഗ്രന്ഥം. അത് 1973 പബ്ലിഷ് ചെയ്തത്. He challenged the framework of studying family and households. His framework was analytical description. അദ്ദേഹം ഈ കുടുംബത്തെ പഠിക്കാനുള്ള ഫ്രെയിംവർക്ക്, അതിൻ്റെ ചട്ടക്കൂടിനെ അദ്ദേഹം പലപ്പോഴും വിമർശിച്ചു. അതായത് പല സോഷ്യോളജിസ്റ്റുകളും ചെയ്യുന്നത് അവരുടെ രീതികളെ ഇദ്ദേഹം വിമർശിച്ചു. ഇദ്ദേഹം പറയുന്നത് അനലിറ്റിക്കൽ ഡിസ്ക്രിപ്ഷൻ, ഒരു വിശകലനാത്മക വിവരണ ശൈലിയാണ് പിന്തുടരേണ്ടത്. നമ്മളിങ്ങനെ പഴയ ടെക്സ്റ്റുകളൊക്കെ നോക്കി അതുപോലെ അതിനോടങ്ങനെ നേരെ ഇന്ത്യൻ സമൂഹം ഇങ്ങനെ തന്നെയാണ്, അല്ലെങ്കിൽ പഴയ ടെക്സ്റ്റ് നോക്കിയിട്ട് ഇപ്പോൾ ഇന്ത്യൻ സമൂഹത്തിൽ ജാതി മാറ്റമില്ലാതെ നിലനിൽക്കുന്നു എന്ന് പറയുകയാണെങ്കിൽ അതാണ് ഇപ്പോൾ ഇന്ത്യയിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം ഇപ്പോൾ ജാതിയിൽ മാറ്റങ്ങൾ ഉണ്ടായിരിക്കും. അപ്പോൾ ആ മാറ്റങ്ങൾ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഫീൽഡിൽ പോകണം, ഡാറ്റ കളക്ട് ചെയ്യണം. ഇപ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ ഗ്രാമങ്ങളിൽ സംഭവിക്കുന്നത്, ഇന്ത്യയിൽ എന്താണ് സംഭവിക്കുന്നത്, അപ്പോൾ
പുസ്തകത്തിൽ നിന്ന് മാത്രം പഠിക്കാതെ ഫീൽഡിൽ പോയി കൂടി ഡാറ്റ കളക്ട് ചെയ്ത് അത് വിശകലനം ചെയ്ത് പഠിക്കണം എന്നാണ് ഇദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലെ ട്രഡീഷണൽ ഫാമിലി എന്നുള്ളത് പലപ്പോഴും മിസ്റെപ്രസെൻ്റ് ചെയ്യപ്പെടുകയാണ്. അദ്ദേഹം പറയുന്നത് എന്താ വെച്ചാൽ ഇന്ത്യയിലെ ട്രഡീഷണൽ ഫാമിലിക്ക് ചെറിയ മോഡിഫിക്കേഷനൊക്കെ വരുന്നുണ്ട്, പക്ഷെ വലിയ മാറ്റങ്ങളൊന്നും സംഭവിക്കുന്നില്ല എന്നാണ് പറയുന്നത്. ഇപ്പോൾ ജോയിൻറ്റ് ഫാമിലി നമ്മളൊക്കെ പറയും, ജോയിൻറ്റ് ഫാമിലി തകർന്നു, ഇപ്പോൾ മൊത്തം ന്യൂക്ലിയർ ഫാമിലി, അണുകുടുംബമാണ്, ഒരു ഭാര്യയും ഭർത്താവും ഒരു കുട്ടിയും ഇങ്ങനെ മാത്രം, അല്ലാതെ കൂട്ടുകുടുംബമൊക്കെ തകർന്നു. പക്ഷെ അദ്ദേഹം പറയുന്നത് അങ്ങനെയല്ല. നമ്മളിപ്പം ആളുകൾ മാറി താമസിക്കുന്നുണ്ടായിരിക്കാം ജോലി ആവശ്യാർത്ഥം മറ്റൊക്കെ, പക്ഷെ അപ്പോഴും പഴയ കുടുംബത്തിനോട് ഒരു ബന്ധം പുലർത്തുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ജോയിൻറ്റ് ഫാമിലി പറ്റ തകർന്നു എന്ന് പറയാൻ കഴിയില്ല എന്നാണ് ഇദ്ദേഹം പറയുന്നത്. പക്ഷേ ഈ ചാപ്റ്ററിലെ 5.2.2 ദ ഹൗസ് ഹോൾഡ് ആൻഡ് ഫാമിലി ഇൻ ഇന്ത്യ, ഇന്ത്യയിലെ കുടുംബവും ഫാമിലി ഇൻ ഇന്ത്യ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ഇതിലെ ഹൗസ് ഹോൾഡ് ആൻഡ് ഫാമിലി ഇൻ ഇന്ത്യ, ഹൗസ് ഹോൾഡ് എന്ന് നമ്മൾ പറയുമ്പോൾ, ഫാമിലി എന്ന് പറഞ്ഞാൽ അതിൽ നമ്മുടെ അങ്കിള്, നമ്മുടെ മറ്റു റിലേറ്റീവ്സ് ഇതൊക്കെ വരുന്നതാണ്. നമ്മുടെ ഓണ്ട്, അമ്മായി, ഇങ്ങനെയൊക്കെ വരുന്നതാണ് ഫാമിലി. പക്ഷെ ഹൗസ് ഹോൾഡ് പറഞ്ഞാൽ നമ്മൾ ഒരേ മേൽക്കൂരക്ക് കീഴിൽ നിൽക്കുന്നതാണ് ഹൗസ് ഹോൾഡ്. ജോയിൻറ്റ് ഫാമിലി എന്ന് പറയുന്നത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു ഫാമിലിക്കിടയിൽ നിൽക്കുന്ന ഒരു സങ്കല്പമാണ്. ചില ആളുകൾ പറയുന്നു, ഈ ബ്രിട്ടീഷുകാരൊക്കെ വന്നതിന് ശേഷം നമ്മൾ മോഡേൺ എഡ്യൂക്കേഷനൊക്കെ കൊടുത്തു, അർബനൈസേഷൻ വന്നു, നഗരവൽക്കരണം വന്നു, അപ്പോൾ ജോയിൻറ്റ് ഫാമിലി തകർന്നിട്ടുണ്ട് എന്നാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എ എം ഷാ ഇതിനെ വിമർശിക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു വ്യൂ പോയിന്റിനോട് എ എം ഷാക്ക് വിയോജിപ്പാണ് ഉള്ളത്. എ എം ഷാ പറയുന്നത് അല്ല, ജോയിൻറ്റ് ഫാമിലി തകർന്നിട്ടില്ല, അതിൽ ചെറിയ മാറ്റങ്ങളെ വന്നിട്ടുള്ളൂ. കാരണം ഇദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായ പ്രകാരം ജോയിൻറ്റ് ഫാമിലി ഈസ് എ ഷെയർഡ് ലിവിംഗ് വെയർ മോർ ദാൻ 2 ജനറേഷൻ ഓഫ് റിലേറ്റഡ് മെയിൽസ് ലീവ് വിത്ത് ദെയർ വൈഫ്സ് ആൻഡ് സൺസ് അണ്ടർ ദ സെയിം റൂഫ്. ഞാൻ ജോയിൻറ്റ് ഫാമിലി കൊടുക്കുന്ന ഒരു വിവരണം, അതിന് കൊടുക്കുന്ന ഒരു ഡെഫിനിഷൻ, 2-3 ജനറേഷൻ ഒരേ മേൽക്കുറക്ക് കീഴിൽ താമസിക്കുന്നതാണ്. അപ്പോൾ ഒരു അച്ഛൻ, പിതാവ്, അല്ലെങ്കിൽ മകൻ, മകൻ്റെ മകൻ, ഇങ്ങനെ ഒന്നിച്ച് കഴിയുന്നതാണ്. അവർ ഒരേ പ്രോപ്പർട്ടി ഷെയർ ചെയ്യുന്നു, അവർ ഒരേ മതത്തിൽ പിന്തുടരുന്നു, ഒരേ രീതിയിൽ അവർ ഒരു വീട്ടിൽ പാകം ചെയ്യുന്നു. ഇതാണ് ഒരു ജോയിൻറ്റ് ഫാമിലി എന്നാണ് നമ്മൾ പൊതുവെ, അതാണ് ഒരു ജോയിൻറ്റ് ഫാമിലിയുടെ ഒരു നിർവചനമായിട്ട് കണക്കാക്കുന്നത്. പലരും പറയുന്നു ജോയിൻറ്റ് ഫാമിലി മേ നോട്ട് ആൾവേസ് സ്റ്റേ അണ്ടർ ദ സെയിം റൂഫ്. ചില ആളുകളൊക്കെ പറയുന്നത് എന്താ വെച്ചാൽ ഒരേ റൂഫിൻ്റെ കീഴിൽ, ഒരേ മേൽക്കൂരക്ക് കീഴിൽ കഴിയണമെന്നൊന്നുമില്ല, വ്യത്യസ്തമായി കഴിയാം. അപ്പോൾ ഒരേ വീട്ടിൽ തന്നെ കഴിയണമെന്നില്ല. പക്ഷേ അവർ ജോയിൻറ്റ് ഫാമിലി, വേറെ വേറെ വീട്ടിലായിരിക്കും, അല്ലെങ്കിൽ വേറെ താമസ സ്ഥലത്തായിരിക്കും, പക്ഷെ അവർ ജോയിൻറ്റ് ഫാമിലിയാണ്. അങ്ങനെയും ചില ആളുകൾ ആർഗ്യൂ ചെയ്യുന്നുണ്ട്. ചില ആളുകളൊക്കെ സിറ്റിയിലേക്കും പട്ടണങ്ങളിലേക്കൊക്കെ മൈഗ്രേറ്റ് ചെയ്തിട്ടുണ്ടാകും ജോലി ആവശ്യാർത്ഥം, പക്ഷെ അവർ ഈ ഫാമിലിയുടെ തന്നെ ഭാഗമാണ്. അതിനെയും നമ്മൾ ജോയിൻറ്റ് ഫാമിലി കണക്ക് കൂട്ടേണ്ടി വരും എന്നാണ് എ എം ഷാ പറയുന്നത്. കാരണം ഇവർ ജോലി ആവശ്യാർത്ഥമൊക്കെ മറ്റു പട്ടണങ്ങളിലൊക്കെ ജീവിക്കുമ്പോഴും ഇവരുടെ പ്രോപ്പർട്ടിയും ഇവരുടെ സ്വത്തൊക്കെ ഇവരുടെ, ഇപ്പോൾ ഒരാൾ നമ്മുടെ നാട്ടിലെ ഒരു ഗ്രാമപ്രദേശത്ത് നിന്ന് വല്ല ബാംഗ്ലൂരിലേക്കോ ഹൈദരാബാദിലേക്കോ ജോലി ആവശ്യാർത്ഥം പോയിട്ടുണ്ട്. പക്ഷെ അപ്പോൾ അവർ അവിടെ പോയിട്ട് ഒരു ഹസ്ബൻഡും വൈഫും കുട്ടിയും മാത്രം കഴിയുമ്പോൾ അത് നമുക്ക് ന്യൂക്ലിയർ ഫാമിലി എന്ന് പറയാൻ കഴിയില്ല. കാരണം അവരുടെ പ്രോപ്പർട്ടിയും അവരുടെ ഇൻഹെറിറ്റൻസ് ഒക്കെ നമ്മുടെ ഈ നാട്ടിലുണ്ട്. അപ്പോൾ അവരും ഈ ജോയിൻറ്റ് ഫാമിലിയുടെ ഭാഗമാണ് എന്ന് പറയേണ്ടി വരും എന്നാണ് എ എം ഷാ വാദിക്കുന്നത്. എ എം ഷാ ഹൗസ് ഹോൾഡിനെയും ഫാമിലിയെയും ഇടയിലുള്ള വ്യത്യാസത്തെക്കുറിച്ച് എ എം ഷാ പറഞ്ഞിട്ടുണ്ട്. എ എം ഷയെ സംബന്ധിച്ചിടത്തോളം, ദിസ് ഡിസ്റ്റിങ്ഷൻ നീഡഡ് ഫോർ ക്ലാരിറ്റി ഇൻ ദ കൺസെപ്റ്റ് ഓഫ് ഫാമിലി സിസ്റ്റം ഇൻ ഇന്ത്യ. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഹൗസ് ഹോൾഡ് പറഞ്ഞാൽ ഒരേ മേൽക്കൂരക്ക് കീഴിൽ താമസിക്കുന്നത്, ഫാമിലി എന്ന് പറഞ്ഞാൽ ഒരേ മേൽക്കൂരക്ക് ഒരേ വീട്ടിലാവണമെന്നില്ല, വ്യത്യസ്ത വീട്ടിലാവും, പക്ഷെ അവരൊക്കെ ഫാമിലി ആകാം. എ എം ഷായെ സംബന്ധിച്ചിടത്തോളം, എ ഹൗസ് ഹോൾഡ് ഈസ് എ റെസിഡൻഷ്യൽ ആൻഡ് ഡൊമസ്റ്റിക് ജോയിൻ കമ്പോസ്ഡ് ഓഫ് 1 or more person ലിവിങ് അണ്ടർ ദ സെയിം റൂഫ് ആൻഡ് ഈറ്റിംഗ് ഫുഡ് കുക്ക്ഡ് ഇൻ എ സെയിം കിച്ചൺ. എ എം ഷാ പറയുന്നത് ഒരു ഹൗസ് ഹോൾഡ് എന്ന് പറഞ്ഞാൽ ഒരേ മേൽക്കൂരക്ക് കീഴിൽ ഒരേ വീട്ടിൽ താമസിച്ച് ഒരേ ഭക്ഷണം പാകം ചെയ്ത്, അതായത് ഒരേ വീട്ടിൽ ഒരു അടുപ്പ് എന്നൊക്കെ നമ്മൾ പറയുമല്ലോ, ഈ അടുപ്പിൽ പാകം ചെയ്ത് അങ്ങനെ ഒന്നിച്ച് കഴിയുന്നതാണ് ഹൗസ് ഹോൾഡ് എന്നാണ് ഇദ്ദേഹം പറയുന്നത്.
ഹി റിജക്ട്സ് ദ ടേമിനോളജി ലൈക്ക് എക്സ്റ്റെൻഡ് ജോയിൻറ്റ് ഫാമിലി എന്നൊക്കെയുള്ള ടേമുകളൊക്കെ ഇദ്ദേഹം പലപ്പോഴും പ്രശ്നവൽക്കരിക്കുകയും അതിനൊക്കെ വിമർശിക്കുകയും ചെയ്യുന്നുണ്ട്. പകരം അദ്ദേഹം ഈ നമ്മൾ എക്സ്റ്റെൻഡ് ഫാമിലി, ജോയിൻറ്റ് ഫാമിലി എന്നൊക്കെയുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നതിന് പകരം ഇദ്ദേഹം പറയുന്നത് സിമ്പിൾ ഹൗസ് ഹോൾഡ്, കോംപ്ലക്സ് ഹൗസ് ഹോൾഡ് എന്നൊക്കെ ഉപയോഗിക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ സിമ്പിൾ ഹൗസ് ഹോൾഡ് പറഞ്ഞാൽ ഒരാളും അയാളുടെ ഭാര്യയും കുട്ടികളും. കോംപ്ലക്സ് ഹൗസ് ഹോൾഡ് പറഞ്ഞാൽ അതിൽ ഒരു പിതാവ്, മുത്തച്ഛൻ, പേരമക്കൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കും. അപ്പോൾ അങ്ങനത്തെ ടേമുകൾ ഉപയോഗിക്കണം. കാരണം മറ്റ് ടേമുകൾ ഉപയോഗിക്കുമ്പോൾ അത് വലിയ കൺഫ്യൂഷൻ ആവുന്നുണ്ട് എന്നാണ് എം ഷാ പറയുന്നത്. എം ഷാ നേരത്തെ പറഞ്ഞ പോലെ ഗുജറാത്തിലെ രാധവനജ് വില്ലേജിൽ നിന്നാണ് അദ്ദേഹം ഡാറ്റ കളക്ട് ചെയ്തത്. അതിന് പുറമെ അദ്ദേഹം ബ്രിട്ടീഷുകാരുടെ ചില രേഖകളൊക്കെ അദ്ദേഹത്തിൻ്റെ പഠനത്തിന് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്. എം ഷയെ സംബന്ധിച്ചിടത്തോളം എലമെൻ്ററി ഫാമിലി എന്നുള്ളത്, എലമെൻ്ററി ഫാമിലി ഈസ് എ യൂണിറ്റ് കൺസിസ്റ്റിംഗ് ഓഫ് എ മാൻ, ഹിസ് വൈഫ് ആൻഡ് ദെയർ അൺമാരീഡ് ചിൽഡ്രൻ. ഒരു മനുഷ്യനും അയാളുടെ ഭാര്യയും അവരുടെ വിവാഹം കഴിക്കാത്ത കുട്ടികൾ ഉൾക്കൊള്ളുന്ന ആ ഒരു ഫാമിലിയെ നമ്മൾ എലമെൻ്ററി ഫാമിലി എന്ന് പറയുന്നു. ഇനി സിമ്പിൾ ഹൗസ് ഹോൾഡ് എന്നുള്ളത് എം ഷാ പറയുന്നത് സിമ്പിൾ ഹൗസ് ഹോൾഡ് ഈസ് എ കംപ്ലീറ്റ് ഓർ ഇൻകംപ്ലീറ്റ് എലമെൻ്ററി ഫാമിലി. എ കംപ്ലീറ്റ് സിമ്പിൾ ഹൗസ് ഹോൾഡ് വിൽ കൺസിസ്റ്റ് ഓഫ് എ ഫാദർ, വൈഫ് ആൻഡ് ചിൽഡ്രൻ. ഒരു സിമ്പിൾ ഹൗസ് ഹോൾഡ് പറഞ്ഞാൽ അത് എലമെൻ്ററി ഫാമിലിയാണ്, പക്ഷെ അത് കംപ്ലീറ്റ് ആവാൻ ചിലപ്പോൾ കംപ്ലീറ്റ് എന്ന് പറഞ്ഞാൽ ഒരാൾ, അയാളുടെ ഭാര്യ, അയാളുടെ കുട്ടികളുള്ളത്. അപ്പോൾ ഇൻകംപ്ലീറ്റ് എന്ന് പറഞ്ഞാൽ ചില കുട്ടികളില്ലാത്തതിനൊക്കെ ഇൻകംപ്ലീറ്റിലാണ് നമ്മൾ കണക്ക് കൂട്ടേണ്ടി വരിക എന്നാണ് എം ഷാ പറയുന്നത്. ഇനി കോംപ്ലക്സ് ഹൗസ് ഹോൾഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് മോർ ദാൻ വൺ പാരൻ്റൽ ഫാമിലി. ഫോർ എക്സാമ്പിൾ എ മാൻ, ഹിസ് വൈഫ്, ചിൽഡ്രൻ അലോങ് വിത്ത് ബ്രദർ, ഹിസ് വൈഫ്, ചിൽഡ്രൻ, അൺമാരീഡ് സിസ്റ്റർ, ഹിസ് പാരൻസ് ആൻഡ് സിബ്ലിംഗ്. കോംപ്ലക്സ് ഹൗസ് ഹോൾഡ് പറഞ്ഞാൽ ഒരു വ്യക്തി, അയാളുടെ ഭാര്യ, കുട്ടികൾ, അതോടുകൂടി അയാളുടെ ബ്രദറിൻ്റെ വൈഫ്, അവരുടെ മക്കൾ, പിന്നെ ഈ ആളുടെ സഹോദരി, ഇവരൊക്കെ ഉൾക്കൊള്ളുന്നൊരു അങ്ങനത്തെ ഒരു ഫാമിലി ആണെങ്കിൽ അതിനെ നമ്മൾ കോംപ്ലക്സ് ഹൗസ് ഹോൾഡ് എന്ന് വിളിക്കണമെന്നാണ് എം ഷാ പറയുന്നത്. എം ഷയെ സംബന്ധിച്ചിടത്തോളം ഡോട്ടേഴ്സ് റിമെയിൻ ഇൻ ദ ഹൗസ് ഹോൾഡ് ടിൽ മാരേജ്. മോസ്റ്റ് ഹൗസ് ഹോൾഡ് കെയർ ഫോർ ദ സൺസ്, വിഡോഡ് വൈഫ് ആൻഡ് ചിൽഡ്രൻ. ഇന്ത്യയിൽ പലപ്പോഴും പെൺകുട്ടികൾ വിവാഹം വരെ അവരുടെ വീട്ടിൽ താമസിക്കുന്നുള്ളൂ. വിവാഹം കഴിഞ്ഞാൽ ഭർത്താവിൻ്റെ വീട്ടിലാണ്. അതായത് ഒരു പാട്രി ലോക്കൽ ആയിട്ടുള്ള സിസ്റ്റമാണ് ഇന്ത്യയിലുള്ളത്. പല വീട്ടുകാരും അവരുടെ മക്കളുടെ വിഡോഡ് വൈഫിനെയും മക്കളെയും കൂടി സംരക്ഷിക്കുന്ന ഒരു രീതിയുണ്ട്. അതായത് ഒരാൾ അയാളുടെ ഭാര്യ, പിന്നെ അയാളുടെ മകന്, മകൻ്റെ ഭാര്യയൊക്കെ ഒരു വീട്ടിൽ താമസിക്കുകയാണെങ്കിൽ മകൻ്റെ ഭാര്യ മരിച്ചാൽ മകൻ മരിച്ചാൽ ആ മകൻ്റെ ഭാര്യയെയും കുട്ടികളെയും അവർ സ്വന്തം മക്കളെപ്പോലെ സംരക്ഷിക്കുന്ന ഒരു രീതി നമുക്ക് ഇന്ത്യയിൽ കാണാമെന്ന് അദ്ദേഹം നിരീക്ഷിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഷാ പറയുന്നത് ഡിസിൻറ്റിഗ്രേഷൻ ഓഫ് ജോയിൻറ്റ് ഫാമിലീസ് ഹാപ്പണിങ് അമംഗ് അർബൻ ഡെവലപ്പേഴ്സ്, എസ്പെഷ്യലി വെസ്റ്റേണൈസ്ഡ് പ്രൊഫഷണൽസ് ഓഫ് അപ്പർ മിഡിൽ ക്ലാസ്. ഈ ഇന്ത്യയിലെ അപ്പർ മിഡിൽ ക്ലാസ്, ഉപരിവർഗത്തിൻ്റെയും പിന്നെ വെസ്റ്റേണൈസ്ഡ് പ്രൊഫഷണൽസ്, പാശ്ചാത്യ രീതിയിൽ വിദ്യാഭ്യാസം കിട്ടി അങ്ങനെ ജീവിക്കുന്ന പട്ടണങ്ങൾ ജീവിക്കുന്നവരുടെയിലൊക്കെ ഈ ജോയിൻറ്റ് ഫാമിലി ഒരു ഡിസിൻറ്റിഗ്രേഷൻ കണ്ടുവരുന്നുണ്ട്. അതായത് ഈ ഗ്രാമങ്ങൾ നോക്കുകയാണെങ്കിൽ എല്ലാ കുടുംബവും, പിതാവും മകനും മുത്തച്ഛനും ഇവരൊക്കെ ഒറ്റ വീട്ടിൽ കഴിയുന്നുവെങ്കിൽ നമ്മുടെ പട്ടണങ്ങളിലേക്ക് വന്നാൽ അങ്ങനെയല്ല, ഒരു ഡിസിൻറ്റിഗ്രേഷൻ സംഭവിക്കുന്നുണ്ട്. അവർ വേറെ വേറെ ആയിട്ടാണ് പലപ്പോഴും താമസിക്കുന്നത് എന്ന് ഇദ്ദേഹം നിരീക്ഷിക്കുന്നുണ്ട്. ഷാ പറയുന്നത് ജോയിൻറ്റ് ഹൗസ് ഹോൾഡ് ഈസ് ട്രഡീഷണലി ക്യാരക്ടറിസ്റ്റിക് ഓഫ് അപ്പർ കാസ്റ്റ് ആൻഡ് അപ്പർ ക്ലാസ്. ഈ ജോയിൻറ്റ് ഫാമിലി എന്നുള്ളത് ഉയർന്ന ജാതിയിലാണ് പലപ്പോഴും കാണുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. അത് തന്നെ പലപ്പോഴും ഇൻഹെറിറ്റൻസ്, അനന്തരസ്വത്തിൻ്റെ കാര്യം ഉദ്ദേശിച്ചിട്ടാണ് പലപ്പോഴും ഇങ്ങനെ താമസിക്കുന്നത് എന്നാണ് അദ്ദേഹം നിരീക്ഷിക്കുന്നത്. ഈ എമംഗ് അപ്പർ കാസ്റ്റ് ആൻഡ് ക്ലാസ് ന്യൂലി മാരീഡ് സൺ ഈസ് സെപ്പറേറ്റിംഗ് ഫ്രം ദ ജോയിൻറ്റ് ഫാമിലി ഫോർ ഇൻഡിവിജ്വൽ ഫ്രീഡം. പലപ്പോഴും അപ്പർ കാസ്റ്റിൽ നടക്കുന്ന മറ്റൊരു കാര്യം എന്താ വെച്ചാൽ പുതിയതായിട്ട് കല്യാണം കഴിച്ച ആളുകൾ അവർ മാറി താമസിക്കും, അവർക്കൊരു ഫ്രീഡം കിട്ടാൻ. കാരണം ആ വീട്ടിൽ തന്നെ നിൽക്കുമ്പോൾ ചിലപ്പോൾ അവരുടെ കാര്യത്തിലൊക്കെ മറ്റുള്ളവർ കൺട്രോൾ ചെയ്യും. പക്ഷേ ഈ കല്യാണം കഴിഞ്ഞ ഉടനെ അവർ മാറി താമസിക്കും, പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ ഇവർ വീണ്ടും ഈ ഒരു ഫാമിലിയിലേക്ക് തന്നെ വരുമെന്നാണ് അദ്ദേഹം പറയുന്നത്. എന്നാലും ഹൗവർ എമംഗ് ലോവർ കാസ്റ്റ് ന്യൂലി മാരീഡ് സൺ ഈസ് സെപ്പറേറ്റിംഗ് ഫ്രം എക്കണോമിക് ഇഷ്യൂസ്. പലപ്പോഴും ഈ ലോവർ കാസ്റ്റിൽ
സാമ്പത്തിക വിഷയങ്ങൾ വെച്ചിട്ടാണ് പലപ്പോഴും കുട്ടികൾ മാറിപ്പോകുന്നത്. അല്ലാതെ ഫ്രീഡം ആലോചിച്ചിട്ടില്ല. അവർക്ക് അവരുടെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ അവർ തന്നെ അധ്വാനിച്ച് അവർ ഇതാക്കുന്നത് ചിലപ്പോൾ അവർക്ക് തന്നെ തികയുന്നുണ്ടാവില്ല. അപ്പോൾ ജോയിൻറ്റ് ഫാമിലിയിലാകുമ്പോൾ ഒരു ബുദ്ധിമുട്ടായതുകൊണ്ട് മാറി താമസിക്കും എന്നാണ് ഇദ്ദേഹം പറയുന്നത്. എ.എം. ഷായുടെ വർക്ക് ഇന്ത്യയിലെ കിൻഷിപ്പ് സ്റ്റഡീസിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. കാരണം കിൻഷിപ്പ് സ്റ്റഡീസിലെ ഇന്ത്യയിലെ ഒരു സോഷ്യോളജിയിലെ ഒരു അതോറിറ്റി, അതിലൊരു അവസാന വാക്കായിട്ട് നമുക്ക് എ.എം. ഷായെ കാണാൻ കഴിയും. അദ്ദേഹം പലപ്പോഴും ആൻഷ്യൻ ലിറ്ററേച്ചറിൻ്റെ ക്രിട്ടിക്കാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പുരാതന ഇന്ത്യൻ ടെക്സ്റ്റുകൾ നോക്കി ഇന്ത്യൻ സമൂഹത്തെ പഠിക്കുന്ന രീതിനെ അദ്ദേഹം വിമർശിക്കുന്നുണ്ട്. His work addresses a wide range of theoretical, methodological, substantive and policy issues pertaining to family. അദ്ദേഹത്തിൻ്റെ വർക്ക് ഇന്ത്യയിലെ ഫാമിലി, അതുപോലെ തന്നെ ഇന്ത്യയിലെ കിൻഷിപ്പ്, രക്തബന്ധങ്ങൾ, ഇതൊക്കെ പഠിക്കാൻ ഒരു സൈദ്ധാന്തികമായിട്ടും രീതിശാസ്ത്രപരമായിട്ടും തിയറിറ്റിക്കലി മെത്തഡോളജിക്കലി വലിയ സംഭാവനകൾ നൽകിയിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു എ.എം. ഷാനെ കുറിച്ച് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഈ ചാപ്റ്ററിൽ നമ്മൾ പ്രധാനപ്പെട്ട കാര്യങ്ങളായിട്ട് മനസ്സിലാക്കേണ്ടത്, അദ്ദേഹം ഇന്ത്യയിലെ ഫാമിലി സിസ്റ്റത്തെക്കുറിച്ച് പഠിച്ചൊരു സോഷ്യോളജിസ്റ്റാണ്. പിന്നെ എക്സ്റ്റെൻഡഡ് ഫാമിലി, ജോയിൻറ്റ് ഫാമിലി എന്നൊക്കെയുള്ള വാക്കിന് പകരം ഇദ്ദേഹം പലപ്പോഴും സിമ്പിൾ ഫാമിലി, കോംപ്ലക്സ് ഫാമിലി എന്നുള്ള പദം ഉപയോഗിക്കുമ്പോഴേ നമുക്ക് ഇന്ത്യയിലെ ഫാമിലിയിൽ നടക്കുന്ന ചേഞ്ചുകളെയും ഫാമിലി സിസ്റ്റത്തെ തന്നെ സമഗ്രമായിട്ട് മനസ്സിലാക്കാൻ കഴിയൂ എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പിന്നെ അദ്ദേഹം ഈ ഇൻഡോളജിയെ, പുരാതന ടെക്സ്റ്റിനെ നോക്കി ഇന്ത്യൻ സമൂഹത്തെ പഠിക്കുന്നതിന് അദ്ദേഹം വിമർശിച്ചിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എ.എം. ഷായെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടത്. ഓക്കെ, താങ്ക് യു.